എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫ്രൂട്ട്സ് എങ്ങനെയാണ് ഹെയറിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഫ്രൂട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഫസ്റ്റ് ഓഫ് ഓൾ അറിയാലോ, ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫ്രൂട്ട് പ്രത്യേകം നിങ്ങൾ കഴിച്ചു അതുകൊണ്ട് ഹെയർ ഗ്രോത്ത് കൂടുകയൊന്നുമില്ല. ഹെയർ ഗ്രോത്ത് കൂട്ടാനൊന്നും ഫ്രൂട്ട്സ് സഹായിക്കില്ല. പക്ഷേ നേരെ മറിച്ച് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഹെയറിൻ്റെ ബ്രേക്കേജ് കൺട്രോൾ ചെയ്യാനും ബ്രേക്കേജ് സ്റ്റോപ്പ് ചെയ്യാനും അതേപോലെ ഡ്രൈയിങ് ആവുന്നത് നിർത്താനും ഹെയർ ഫോളും കുറയ്ക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഫ്രൂട്ട്സ് ഹെൽപ്പ് ചെയ്യും. അതിന് ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട് ഏതാണെന്ന് വെച്ചാൽ, ഈ ഹെയറിൻ്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാമല്ലോ, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട് ഏതാണെന്ന് വെച്ചാൽ 3-4 ഫ്രൂട്ട്സ് ഉണ്ട്. ഒന്ന് ഓറഞ്ച്, ഒന്ന് നമ്മുടെ ലെമൺ, ഒന്ന് ഗ്രേപ്പ് ഫ്രൂട്ട്. ഈ 3 എണ്ണത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് വിറ്റാമിൻ സി വളരെ കൂടുതൽ ഈ 3 എണ്ണത്തിലുണ്ട്. വിറ്റാമിൻ സിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. ഈ വിറ്റാമിൻ സിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, വിറ്റാമിൻ സി ഈ ഷാഫ്റ്റിനൊക്കെ കൊളാജൻ എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് നമ്മളെ ഹെയറിൻ്റെ ഷാഫ്റ്റ് ഉണ്ടാവുന്നത്. ആ ഹെയർ ഷാഫ്റ്റിന് കട്ടി കൂട്ടാനൊക്കെ വിറ്റാമിൻ സി സഹായിക്കും. അതൊന്ന് ഒന്നാമത്തെ കാര്യം. ബേസിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, വിറ്റാമിൻ സി നമ്മൾ ഈ പച്ചക്കറികളിൽ നിന്നൊക്കെ കഴിക്കുന്ന ആൾക്കാർ, കൂടുതൽ പച്ചക്കറി കഴിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അയൺ കണ്ടന്റ് കൂടുതൽ കിട്ടണം എന്ന് വിചാരിക്കുക. അയൺ കൂടുതലുള്ള പച്ചക്കറി കഴിച്ചാലും ഈ നോൺ ഹീം പ്ലാന്റ്സിനൊരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ അതിന്ന് നമ്മുടെ അയൺ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി വേണം. വിറ്റാമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പച്ചക്കറീൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അയൺ അബ്സോർബ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്, നിങ്ങൾക്ക് അനീമിയ അല്ലെങ്കിൽ അയൺ കണ്ടന്റ് കുറവുള്ള പ്രശ്നമുള്ള ആളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അയൺ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ അയണിൻ്റെ ആ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത് ഒന്നെങ്കിൽ ഒരു ഓറഞ്ച് ജ്യൂസിലോ അല്ലെങ്കിൽ ഒരു ലെമൺ ജ്യൂസിലോ അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസിലോ ആയിരിക്കണം എന്ന് പണ്ട് തൊട്ടേ പറയാറുള്ളത്. അതുകൊണ്ടാണ്. മനസ്സിലായോ? ഏറ്റവും ബെസ്റ്റ് അബ്സോർപ്ഷൻ സഹായിക്കുന്ന ഒരു സാധനമാണ് വിറ്റാമിൻ സി ഉള്ളതുകൊണ്ടാണ്. അത് എന്തുകൊണ്ടാണുള്ളത് സയൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, ഫെറസ് എന്നുള്ള ഫോമിലോട്ട് കൺവേർട്ട് ആവുകയാണ്. അതായത് ഫെറിക് ഫോമിലുള്ള അയണിനെ ഫെറസ് ഫോം Fe3+ ഉള്ള അയണെ Fe2+ ആക്കി മാറ്റി. അതുകൊണ്ട് അബ്സോർപ്ഷൻ കൂടുന്നു. അതാണ് അതിൻ്റെ ബേസിക് സയൻസ് ബിഹൈൻഡ് ദാറ്റ്. ഓക്കെ, പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി. ഈ ബെറീസിന് പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ, ഈ ബെറീസിൽ നമുക്ക് പ്രത്യേക ആൻഡോസയാനിൻ എന്ന് പറയുന്ന സാധനം കാണാൻ പറ്റും. എലാജിക് ആസിഡും കാണാൻ പറ്റും, ആൻഡോസയാനിനും കാണാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ സെപ്പറേറ്റ്ലി നമ്മുടെ ഫോളിക്കുലർ ഹെൽത്ത്, അതായത് ആൻറ്റി ഓക്സിഡൻസ് കാരണമുള്ള പ്രശ്നങ്ങൾ ഫോളിക്കുകളിൽ ഉണ്ടാവും. അത് എല്ലാ ശരീരകോശത്തിലും ആൻറ്റി ഓക്സിഡൻസ് കാരണമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കാരണമുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് സ്ട്രെസ്സ് റിലീവ് ചെയ്യാനും അത് കുറയ്ക്കാനും ഈ 3 റാസ്ബെറി, ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി സഹായിക്കും. അതാണ് ബെറീസിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.